ഈ നാടിനെ ചുട്ടുകരിക്കണ ഹിമാറുകളെ തായ് പേരറക്കാനാ എന്റെ മോനെ പടച്ചോൻ പിന്നെ തൂക്കിട്ടത്. ഞമ്മടെ തൂക്കൂല, തോക്കരുത്. മോൻ വിഷമിക്കരുത്. വയസ്സായാലും ഒരു ബാല്യക്കാരന്റെ കരുത്തുമായിട്ട് എന്റെ ബാപ്പ എന്റെ കൂടെ ഉണ്ടാവും. നിനക്കെന്താടാ വട്ട് പിടിച്ചോ? എങ്ങനെ പിടിക്കാതിരിക്കും? നീ ഇത് കണ്ടില്ലേ? നിരവധി ഉദ്യോഗസ്ഥന്മാരുടെയും മജിസ്ട്രേറ്റിന്റെയും ഒക്കെ സാന്നിധ്യത്തിൽ തൂക്കിക്കൊന്നവന്റെ ഒരു കിടപ്പേ മരിച്ച് കബറടക്കം കഴിഞ്ഞ് സ്വർഗത്തിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുക. ഇനി നരകത്തിലോട്ടെ ഇവനെ ഞാൻ വിടൂ. അയാളോടുള്ള വൈരാഗ്യം തീർക്കുകയോ അയാളെ നരകത്തിലേക്ക് വിടുകയോ ഒക്കെ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് പ്രധാനം ഇപ്പൊ ഈ വാർത്ത വിറ്റ് കാശാക്കാന്നുള്ള. ഒരു 2 ലക്ഷം രൂപയെങ്കിലും ആ മലയാള ഭൂമിയിൽ നമുക്ക് മേടിക്കണം. 2 ലക്ഷം? പിന്നല്ലാതെ ലോകം മുഴുവൻ ഞെട്ടാൻ പോകുന്ന ഒരു വാർത്തയും ചിത്രങ്ങളും ആ മേശപ്പുറത്ത് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. 2 അല്ല 4 ലക്ഷം തന്നു വാങ്ങാൻ ആളുണ്ട് ഇവിടെ. എടാ, ഈ വണ്ടിക്ക് വളയം പിടിക്കുന്നതല്ല ജേർണലിസം, അതറിയാവോ? അപ്പൊ നീ എല്ലാ വിവരവും പത്രക്കാരോട് പറഞ്ഞു? അത് ശരി, അത്രയ്ക്ക് മണ്ണുണ്ണിയാ ഞാൻ. അവര് തിരിച്ചും മറിച്ചും ചോദിച്ചു, ഞാൻ വിടുവോ? ലോകത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു ന്യൂസ് ആണെന്ന് മാത്രം പറഞ്ഞു. രാവിലെ ഫോട്ടോയുമായി ചെന്ന് സംസാരിക്കാന്നാ പറഞ്ഞു. നീ വന്നേ, പോകാം.